കൊച്ചിയിൽ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള പാചകവാതക പ്രതിസന്ധി അത് രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഈ വിരളമായാണ് ഹോട്ടലുകൾക്ക് സിലിണ്ടറൊക്കെ ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥ തുടരുകയാണ് എന്നുണ്ടെങ്കിൽ അധികം വൈകാതെ ഹോട്ടലുകളുടെ പ്രവർത്തനം അത് നിലയ്ക്കുമോ എന്നുള്ള ഒരു ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. നമുക്ക് തത്സമയം വിവരങ്ങൾ നോക്കാം എത്രത്തോളം പ്രശ്നമാണ് ഈ വിഷയം എന്നുള്ളത്. വിഷ്ണു പ്രകാശാണ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നത്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഇത് വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ടല്ലേ? വിഷ്ണു നിൽക്കുന്ന ഒരു ഹോട്ടലാണ് എന്ന് മനസ്സിലാക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തുടർന്നുള്ള നീക്കങ്ങൾ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എന്ന് സംബന്ധിച്ച് ഈ ഹോട്ടലുകൾക്കൊക്കെ വലിയ ആശങ്കയുണ്ട്. എന്താണ് അവർ പറയുന്നത്? പ്രതിസന്ധി എത്രത്തോളം ഉണ്ട് ഇപ്പോൾ? പൂജ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതിസന്ധിയിലോട്ടാണ് ഈ ഹോട്ടൽ മേഖല കടക്കുന്നത്. കാരണം 2-3 ദിവസമായി ഈ ഗ്യാസിന്റെ ഒരു ലഭ്യതയിലുള്ള കുറവ്, പ്രധാനമായും വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ഒരു ലഭ്യത കുറവാണ് ഇപ്പോൾ എടുത്ത് പറയേണ്ടത്. അപ്പോൾ ഇവർക്ക് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്, നേരത്തെ ബാംഗ്ലൂരിലും ചെന്നൈയിലും മറ്റും ഇതിന്റെ ഒരു നിർദ്ദേശം ഡീലർമാരൊക്കെ അതിൻ്റെ ഒരു സർക്കുലർ എല്ലാം പുറത്തു വന്നിരുന്നു. ഇത്തരത്തിൽ കമ്പനികൾ അവരോട് പറഞ്ഞിട്ടുള്ളത്, അതായത് ഈ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളോട് പറഞ്ഞിട്ടുള്ളത് പ്രധാനമായും വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ഗ്യാസ് സിലിണ്ടറിൻ്റെയൊക്കെ പ്രവർത്തനം അല്ലെങ്കിൽ അതിൻ്റെ ഉൽപ്പാദനം കട്ട് ഓഫ് ചെയ്യുക, ഗാർഹികമായിട്ടുള്ള ആ സിലിണ്ടർ ഉൽപ്പാദിപ്പിക്കാനാണ് കൂടുതൽ അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അത് പ്രകാരം വലിയ പ്രതിസന്ധിയിലോട്ട് ഇപ്പോൾ കാര്യങ്ങൾ മാറുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഹോട്ടൽ നടത്തുന്ന ചേട്ടാ, നിങ്ങൾക്ക് ഇപ്പോൾ ഗ്യാസ് വന്നിട്ട് എത്ര കാലമായി? ശനിയാഴ്ച വന്നു. ഇന്നിപ്പോൾ 2 ഒരെണ്ണമെങ്കിലും തരാമെന്നവർ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും എങ്ങനെയെങ്കിലും വെക്കാം. ഇന്നും കൂടി ഉള്ള സ്റ്റോക്ക് ഉണ്ട് നമുക്ക്. ഇന്നത്തേക്കും കൂടിയുള്ള സ്റ്റോക്ക് ഞങ്ങൾ വിറകിലേക്ക് മാറാനുള്ള സംവിധാനത്തിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എത്ര ദിവസം വരെ ഇന്നും കൂടി പ്രവർത്തിക്കാൻ പറ്റും? ഇന്നും കൂടി പ്രവർത്തിക്കാനുള്ള ഇതുണ്ട്. ഈ ഒരു അവസ്ഥയാണ് ഇവർക്കുള്ളത്. കാരണം വലിയ കരുതലൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ ഗ്യാസ് ഇവിടെ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നതിലടക്കം നിയന്ത്രണമുണ്ട്. ഒരു ദിവസം സാധാരണഗതിയിലുള്ള ഒരു ഹോട്ടലുകൾ 100 കിലോ വരെ ഉള്ള LPG ആണ്, അത് വാണിജ്യാടിസ്ഥാനത്തിലുള്ള LPG ആണ് അവർക്ക് സ്റ്റോർ ചെയ്യാൻ വയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായി അവർക്ക് വരുന്നില്ല, ഇത്തരത്തിലുള്ള ഗ്യാസ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഈ ഒരു പ്രവർത്തനത്തെ അത് കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹോട്ടൽ അസോസിയേഷൻ, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പൊക്കെ കിട്ടിയിരുന്നു അങ്ങനെ ഒരു പ്രതിസന്ധി വരുന്നത് സംബന്ധിച്ച്? പ്രതിസന്ധി വരുന്നതിനെക്കുറിച്ച് യാതൊരു മുന്നറിയിപ്പും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രതിസന്ധി ഉണ്ടാവും എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അതിന് കാരണം മറ്റൊന്നുമല്ല, സർക്കാർ തന്നെ പറഞ്ഞിരുന്നു കുറച്ച് കാലത്തേക്കുള്ള സ്റ്റോക്ക് നമ്മുടെ അടുത്ത് ഇവിടെ ഉണ്ട്, അതായത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അടുത്തുണ്ട്, അങ്ങനെയുള്ളൊരു പ്രശ്നമൊന്നും വരില്ല. പക്ഷേ ഇത് വന്നപ്പോൾ വിതിൻ 2 ഡേയ്സാണ് ഇതിങ്ങനെ സംഭവിച്ചേക്കുന്നത്. അതായത് മെനഞ്ഞാന്നാണ് ഇതിൻ്റെ ലഭ്യത കുറവ് വന്നത്. എനിക്ക് തോന്നുന്നു ഈ പെട്രോളിയം റിഫൈനറികൾക്ക് പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ അറിയിപ്പ് കിട്ടിയതും. കാര്യം ഡൊമസ്റ്റിക്, അതായത് ഗാർഹിക ഉപയോഗത്തിനുള്ള സിലിണ്ടറിന് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുകയും കമേഴ്ഷ്യൽ സിലിണ്ടറുകളുടെ ഫില്ലിങ് പരിമിതപ്പെടുത്തുകയും ചെയ്യണം എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പെട്രോളിയം മിനിസ്ട്രിയുടെ റിപ്പോർട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും ഇന്നലെ വരെ അത്യാവശ്യം തെറ്റില്ലാതെ സപ്ലൈ ഉണ്ടായിരുന്നു. ഇന്നലെ തന്നെ റേഷൻ കിട്ടുന്നത് പോലെയാണ് നമുക്ക് പല ആളുകൾക്കും കിട്ടിയത്. കാര്യം 5-10 സിലിണ്ടർ ആവശ്യപ്പെടുന്ന പല ഹോട്ടലുകൾക്കും 2-3 കൊടുത്തുകൊണ്ട് ഇന്നലെ അവസാനിപ്പിച്ചു. എന്നാൽ ഇന്ന് സ്ഥിതി അതിലും ദയനീയമാണ്. കാരണം ഇന്നിപ്പോൾ ഞാൻ എനിക്ക് ഗ്യാസ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏജൻസിയെ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് ലോഡ് വന്നിട്ടില്ല, റീഫില്ലിംഗ് ലോഡ് വന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഇന്ന് എനിക്ക് ഗ്യാസ് കിട്ടാതാവും. എൻ്റെ അടുത്ത് മാക്സിമം 1-2 ദിവസത്തെ സ്റ്റോക്കും കൂടിയേ ഉള്ളൂ. അത് കഴിയുമ്പോൾ എനിക്ക് എൻ്റെ റെസ്റ്റോറൻറ്റ് അടച്ചിടാതിരിക്കാൻ വയ്യ. ഈ വരും ദിവസങ്ങളിൽ കൂടുതൽ ഹോട്ടലിലോട്ടും ഇത് വ്യാപിക്കില്ല, എല്ലായിടത്തും അവസ്ഥ തന്നെയാണ്. തീർച്ചയായിട്ടും. കാര്യം ഇന്ന് രാവിലെ തന്നെ ബാംഗ്ലൂർ സിറ്റിയിലുള്ള ഹോട്ടൽ അസോസിയേഷൻ്റെ ഒരു പ്രസ്താവന കാണാനിടയായി. അവർ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ അതായത് ഇന്ന് വരെയുള്ളത് മാത്രമേ അവിടെ മിക്കവാറും ഹോട്ടലുകളിൽ സ്റ്റോക്കുള്ളൂ. നാളെ മുതൽ ബാംഗ്ലൂർ മഹാനഗരത്തിൽ ഹോട്ടലുകളിൽ 3/4 ഭാഗവും അടഞ്ഞു കിടക്കും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇത് എന്തു പറഞ്ഞാൽ ഇന്ത്യയിൽ മൊത്തം ഈ ഒരു സംഭവം ഉടനെ തന്നെ പ്രാബല്യത്തിൽ വരും. കാരണം അതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന കാര്യം നമ്മൾ ആലോചിക്കണം. ഗാർഹിക ഉപയോഗത്തിന് കൊടുക്കുന്നുണ്ട്, നല്ല കാര്യമാണ്. കാരണം ഗാർഹിക ഉപയോഗമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിലൊരു സംശയമില്ല. പക്ഷേ ഗാർഹിക ഉപയോഗത്തെക്കാളും കൂടുതൽ ആളുകൾ ഭക്ഷണത്തിന് ആശ്രയിക്കുന്ന ഒരു മേഖലയാണ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ അതിനും അതേ തുല്യ പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ വെളിയിലിറങ്ങുന്ന ഏത് വ്യക്തിയായാലും, നമുക്കറിയാം നമ്മൾ എല്ലാവരും യാത്രക്കാരാണ്, പ്രത്യേകിച്ച് മലയാളികൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ യാത്ര ചെയ്യുന്നവരാണ്. വീടുകളിൽ നിന്ന് ഉച്ചക്ക് ഊണ് കഴിക്കുന്നവർ എനിക്ക് തോന്നുന്നൊരു 10% കാണും. 90% ആളുകളും ആശ്രയിക്കുന്നത് ഇവിടുത്തെ ഹോട്ടലുകളെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഹോട്ടലുകളിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ അതിനർത്ഥം നമുക്ക് വീട്ടിൽ കിട്ടാതിരിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് സർക്കാർ തീർച്ചയായും ഈ കമേഴ്ഷ്യൽ സിലിണ്ടർ ഉൽപ്പാദനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. കൂടാതെ ഹോട്ടലുകൾക്ക് ആവശ്യമായ സപ്ലൈ അനുവദിക്കണം എന്നതാണ് ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്.
പൂജായി സൂചിപ്പിച്ചത് തന്നെയാണ്, വലിയ പ്രതിസന്ധിയിലോട്ടാണ് ആളുകൾ പോകുന്നത്. പലരും ഇപ്പോൾ നേരത്തെ നമ്മൾ പ്രതികരിച്ച ആ കട ഉടമ പറഞ്ഞത് പ്രകാരം അവരൊക്കെ ഇപ്പോൾ തന്നെ അത് വിറകിലോട്ട്, ഈ പാചകം മുന്നോട്ട് കൊണ്ടുപോകുന്നത് വിറകിലോട്ട്, ഗ്യാസ് സിലിണ്ടർ ലഭിക്കാത്തതിനാൽ വിറകിലോട്ട് മാറി എന്നുള്ള തരത്തിൽ പറയുന്നുണ്ട്. പക്ഷേ അതിൽ തന്നെയുള്ള മറ്റൊരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈ ആധുനികമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന നവീകരിച്ച ഹോട്ടലുകൾ പലതിലും ഈ ഒരു സൗകര്യം ഏർപ്പാടാക്കാൻ അവർക്ക് സാധിക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടുതൽ ഹോട്ടലുകൾ ഇത് വലിയ പ്രതിസന്ധിയിലോട്ട് പോകും. നമുക്ക് ഹോട്ടലുകളൊക്കെ അടഞ്ഞു കിടക്കുന്ന ഒരു നിലയിലോട്ട്. ഇപ്പോൾ ഇതിനോടകം ഇന്നിപ്പോൾ ബാംഗ്ലൂരിലടക്കമുള്ള ആ ഒരു സർക്കുലർ എല്ലാം നമ്മൾ കണ്ടതാണ്. ബാംഗ്ലൂരിൽ അതിന്റെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ഇന്ന് പ്രവർത്തിക്കാൻ ആവശ്യമായ LPG എവിടെയുണ്ടോ അവിടെയൊക്കെ തുറന്ന് പ്രവർത്തിക്കും, മറ്റുള്ളതെല്ലാം അടഞ്ഞു കിടക്കുന്നുള്ളതാണ്. അതുപോലെ തന്നെ സമാനമായ സിറ്റുവേഷൻ ചെന്നൈയിലും വന്നതായിട്ടുള്ള ഒരു കുറിപ്പെല്ലാം ഇവിടെ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം അത് പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ആ വിധം കേരളത്തിലേക്കും അതിന്റെ ഒരു വ്യാപ്തി കൂടുന്നു, അല്ലെങ്കിൽ ആ ഒരു പ്രതിസന്ധി കൂടുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ ആശങ്ക ജനിപ്പിക്കുന്ന കാര്യം. അതേസമയം ഗാർഹിക സിലിണ്ടറിന് ആ ഒരു പ്രശ്നം വരുന്നില്ല. ഗാർഹിക സിലിണ്ടറിന്റെ ഉത്പാദനം കൂട്ടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു കൺസ്യൂമർ ഗ്യാസ്, അതായത് വാണിജ്യ അടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്ന ഗ്യാസുകളുടെ ആ ഒരു ഉത്പാദനം അത് നിർത്തലാക്കിയിട്ടുള്ളത്. ഇതിനോടകം തന്നെ കൊച്ചിയിൽ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് തന്നെ BPCL അതുപോലെ തന്നെ HP തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിലുള്ള ആ ഒരു ഗ്യാസ് ഉത്പാദനം അല്ലെങ്കിൽ ഗ്യാസിന്റെ ഫില്ലിംഗ് അത് പൂർണ്ണമായും നിർത്തുന്ന നിലയിലേക്ക് മാറിയിരുന്നു. ഇപ്പോൾ നിലവിൽ ഇന്ന് കഴിഞ്ഞ ദിവസം വരെ IOCയിലാണ് ഏറ്റവും ഒടുവിൽ ഈ ഒരു ഗ്യാസ് ഉത്പാദനം ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെയും ഈ ഗ്യാസ് ഉത്പാദിപ്പിക്കുന്നത് അതിൻ്റെയും ഇന്നലെ ഉച്ചയോടുകൂടി അതിൻ്റെ ഉത്പാദനവും നിർത്തി എന്നുള്ളതാണ് വിവരം. ഏതായാലും വലിയ പ്രതിസന്ധിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ ഗ്യാസിന്റെ ലഭ്യത അത് കുറവാണ്. പെട്രോളിയം ഇൻഡസ്ട്രിക്ക് അടക്കം അത് അവർ പറയുന്നത് പോലെ നേരത്തെ ഹോട്ടൽ റെസ്റ്റോറൻറ്റിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ ആദ്യഘട്ടങ്ങളിലെല്ലാം സർക്കാർ പറഞ്ഞതുപോലെ വലിയ ക്ഷാമമില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലും പക്ഷേ കാര്യങ്ങൾ ഇപ്പോൾ മാറുന്നത് ആ ഒരു പ്രതിസന്ധി കാണിക്കുന്ന തരത്തിലോട്ടാണ് മാറുന്നത് എന്നുള്ളതാണ് ഓരോരുത്തരും വ്യക്തമാക്കുന്നത്.